മലയാണ്, അങ്ങോട്ടൊന്നും അലോഡില്ല. കുരിശുമുത്തപ്പൂ പൊന്മല ഇറക്കം. ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂർ മല കയറാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ സീസണാണല്ലോ, സീസണായി. മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയമൊക്കെ ഇവിടെ സീസണാണ്. ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ പല ദേശത്തു നിന്നും പല സംസ്ഥാനത്തു നിന്നും ഇവിടെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മലയാറ്റൂരാണുള്ളത്. അപ്പോൾ മല കയറാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ വരാറുണ്ട്. കണ്ടിന്യൂ ആയിട്ടല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മലയാറ്റൂർ മലകയറ്റം, ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സമയം ഇപ്പോൾ ഏകദേശം 11:30 ആ ഒരു ടൈമായി. ഞാൻ പിന്നെ പട്ടാമ്പി ആ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ 100 കിലോമീറ്ററിനടുത്തുണ്ട് ഈ ഒരു മലയാറ്റൂർ എന്നുള്ള സ്ഥലത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ അല്ലേ? കമോൺ. അപ്പോൾ ഇപ്പോൾ അടിവാരത്താണുള്ളത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കും. പാർക്കിംഗ് ഏരിയ. ഇവിടെ വലിയൊരു തടാകം ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു തടാകമുണ്ട് ഇതിൻ്റെ താഴത്ത് തന്നെ. ഈ ഒരു അടിവാരത്ത് മലയാറ്റൂർ നമ്മുടെ ന്യൂ ഇയർ സമയത്തൊക്കെ കാർണിവൽ നടക്കാറുണ്ട്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇതിന് താഴെയായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയിട്ടാണ് നമുക്ക് മല കയറാൻ പോകുന്നത്. പിന്നെ മെഴുകുതിരി, നമുക്ക് മല കയറുമ്പോൾ സഹായിക്കുന്ന ഊന്നുവടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. ഇവിടെ നിന്നാണ് പ്രാരംഭ പ്രാർത്ഥന തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ മല കയറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് നോക്കിയാൽ തടാകമാണ് കേട്ടോ. നമ്മൾ താഴത്തുനിന്ന് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വരുമ്പോഴുള്ള തടാകമല്ലേ, അത് ഇവിടുന്ന് കാണാം. അപ്പോൾ ഇതാ ഇവിടുന്നാണ് മല കയറാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം. അങ്ങനെ ഇതാ മല കയറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് ആണ്. സമയം 12:40. ഇവിടെയൊക്കെ അങ്ങനെ വലിയ സീനില്ലാത്ത സ്ഥലമാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് നടന്നാൽ മലയാറ്റൂർ മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ AD 52 ഇന്ത്യയിലെത്തിയ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ് തോമസ്, അതായത് മാർ തോമാശ്ലീഹ, അദ്ദേഹമാണ് ഈ മലയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അവിടെ നിന്നോട്ട് നടന്നു വന്നതാ. ഇനിയാണ് വലിയ കയറ്റമുള്ളത്. നല്ല വഴിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലെ 7 പള്ളികൾ സ്ഥാപിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി മലയാറ്റൂർ മലയിൽ തങ്ങി പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. ഈ ഒരു ഉച്ചനേരം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്, എന്നാലും ആളുകളുണ്ട്. പിന്നെ പകലൊക്കെ ഒരുപാട് പേര് കയറി ഇറങ്ങിയിട്ടുണ്ടാവും രാവിലെ തന്നെ. ഈ മല കയറുമ്പോൾ വഴിനീളെ കാണുന്ന 14 അടയാളങ്ങളെ കുരിശിന്റെ വഴി എന്നാണ് വിളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വിചാരണ മുതൽ കുരിശുമരണം വരെയുള്ള 14 പ്രധാന സംഭവങ്ങളാണ് ഈ 14 സ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ 1-ാം സ്ഥാനത്താണ്. യേശു മരണവിധിക്ക് വിധിക്കപ്പെടുന്നു, 1-ാം സ്ഥാനം. അതായത് തീർത്ഥാടകർ മല കയറുമ്പോൾ ഓരോ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ആ സംഭവത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2-ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. യേശു കുരിശ് ചുമലിലേറ്റുന്നു. തോമാശ്ലീഹ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു പാറയിൽ ഒരു കുരിശ് വരച്ചുവെന്നും അവിടെ ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം.
ഇപ്പൊ ഇതാ 3-ാം സ്ഥാനത്തെത്തി. യേശു ആദ്യമായി നിലത്ത് വീഴുന്നു. പേരിന് പിന്നിൽ മല, ആറ്, ഊര് എന്നീ 3 വാക്കുകൾ ചേർന്നാണ് മലയാറ്റൂർ എന്ന പേരുണ്ടായത്. മലയും പുഴയും ചേരുന്ന നാട് എന്നാണ് ഇതിനർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1269 അടി ഉയരത്തിലാണ് കുരിശുമുടി സ്ഥിതി ചെയ്യുന്നത്. ഭക്തര് പൊന്നും കുരിശ് മുത്തപ്പൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാണ് മല കയറുന്നത്. 4-ാം സ്ഥാനം. യേശു വഴിയിൽ വെച്ച് തന്റെ അമ്മയായ മറിയത്തെ കാണുന്നു. ഇവിടുന്ന് സൈഡൊക്കെ കണ്ടില്ലേ, ഫോറസ്റ്റ് ഏരിയ ആണ്, അങ്ങോട്ടൊന്നും അലോഡില്ല. പിന്നെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കുഴപ്പമില്ലാതെ തണലൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് ചെറിയ കാറ്റൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കിലോമീറ്റർ കയറി നല്ല ചൂടുണ്ട്. പിന്നെ ഈ കയറ്റത്തിനനുസരിച്ച് നമുക്ക് കിതപ്പും വരും. ഈ കാണുന്ന പൈപ്പ് ലൈൻ കണക്ഷനിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം നമ്മൾ ഈ മല കയറി ക്ഷീണിച്ചു വരുമ്പോൾ എന്തായാലും വെള്ളത്തിന്റെ ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കയറുന്ന വഴിയൊക്കെ കുടിവെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 5-ാം സ്ഥാനം. ശീമോൻ എന്നൊരാൾ യേശുവിനെ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നു. ആറാം സ്ഥാനം. വെറോണിക്ക എന്ന സ്ത്രീ യേശുവിന്റെ മുഖം തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. 7-ാം സ്ഥാനം. യേശു 2-ാം തവണയും നിലത്ത് വീഴുന്നു. 8-ാം സ്ഥാനം. യേശു തന്നെ നോക്കി കരയുന്ന ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. 9-ാം സ്ഥാനം. യേശു 3-ാം തവണയും നിലത്ത് വീഴുന്നു. 10-ാം സ്ഥാനം. യേശുവിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. 11-ാം സ്ഥാനം. യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 'ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാള്. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കാൽനടയായി മല കയറാറുണ്ട്. (2004) വത്തിക്കാൻ മലയാറ്റൂർ കുരിശുമുടിയെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഇത്തരമൊരു പദവി ലഭിക്കുന്ന ആദ്യത്തെ പള്ളിയാണിത്. പന്ത്രണ്ടാം സ്ഥാനം. യേശു കുരിശിൽ മരിക്കുന്നു. 12-ാം സ്ഥാനത്തിന്റെ അടുത്തായിട്ട് നാരങ്ങ വെള്ളം ജ്യൂസൊക്കെ ഉള്ള ഒരു സ്റ്റാൾ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കുക ചെയ്യാം.
അവിടുന്ന് അടുത്തത് 13-ാം സ്ഥാനം, യേശുവിന്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അമ്മയുടെ മടിയിൽ കിടത്തുന്നു. പിന്നെ ഇത് അവസാനത്തെ 14-ാം സ്ഥാനം, യേശുവിന്റെ മൃതദേഹം കല്ലറയിൽ അടക്കുന്നു. അങ്ങനെ മല കയറി മുകളിലെത്തി. ഇവിടെയും മുകളിലാണെങ്കിൽ സ്റ്റാളുകളൊക്കെ ഒരുപാടുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളി, പൊന്നിൻ കുരിശ്, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഇവിടെ എറണാകുളത്തുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോവാറ്. ഇപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും ഓരോ വഴിക്കായതുകൊണ്ട് ഇപ്രാവശ്യം ഒരുമിച്ച് വരാൻ പറ്റിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് പാറ, അങ്ങോട്ടൊക്കെ അപകട മേഖലയാണ്, അങ്ങോട്ടൊന്നും അങ്ങോട്ട് അലൗഡില്ല. ഇതാണ് ആനകുത്തിയ പള്ളി. മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള സ്ഥാപിതം 1955. വിശുദ്ധ തോമാശ്ലീഹ മലമുകളിൽ ഏകനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വന്യമൃഗങ്ങൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഒരിക്കലൊരു കാട്ടാന അദ്ദേഹത്തെ ആക്രമിക്കാൻ ഓടിയെടുത്തു. ആന കുത്താനായി ആഞ്ഞപ്പോൾ ശ്ലീഹ കുരിശ് വരയ്ക്കുകയും ആനയുടെ കൊമ്പുകൾ അവിടുത്തെ പാറയിൽ തറഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇവിടുന്ന് മലമുകളിലെത്തിയാൽ ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ഇത് ആനകുത്തിയ പള്ളിയുടെ എതിർവശമാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വറ്റാത്ത ഉറവയുള്ള ഒരു കിണറുണ്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1269 അടി ഉയരത്തിൽ ഒരു മലയുടെ അങ്ങേ അറ്റത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഉയരത്തിലുണ്ടായിട്ടും ഈ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഇവിടെ ആളുകൾ കരുതുന്നത്. ഭയങ്കരമായിട്ടുള്ള വേനൽക്കാലത്ത് പോലും ഇതിൽ വെള്ളം ഉണ്ടാകാറുണ്ട്. വിശുദ്ധ തോമാശ്ലീഹ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചു എന്നും അദ്ദേഹം പാറയിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് തെളിനീർ ഉറവ വന്നു എന്നുമാണ് ഐതിഹ്യം. ഈ ഉറവയാണ് പിന്നീട് കിണറായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കിണറ്റിലെ വെള്ളത്തിന് പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്നും രോഗശാന്തി നൽകുമെന്നും പല തീർത്ഥാടകരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മല കയറി വരുന്ന ഭക്തർ ഈ തീർത്ഥം കുടിക്കുകയും കുപ്പികളിൽ നിറച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ദേവാലയം. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അതിന് തൊട്ടടുത്തുള്ള പൊന്നിൻകുരിശുള്ള ആ ഒരു സ്ഥലമാണ്. പൊന്നിൻകുരിശിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ തോമാശ്ലീഹ മലയാറ്റൂർ മലമുകളിൽ ഏകാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ
അദ്ദേഹം പാറയിൽ ഒരു കുരിശ് വരച്ചു എന്നും ആ കുരിശിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം പുറപ്പെട്ടു എന്നുമാണ് വിശ്വാസം. ഈ കുരിശ് പിന്നീട് സ്വർണമായി മാറിയെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പൊന്നിൻ കുരിശ് എന്നാണ് വിളിക്കുന്നത്. ഒറിജിനൽ പൊന്നിൻ കുരിശ് ഇതിനുള്ളിലായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പ്രധാന ആഘോഷം, അതായത് പ്രധാന തിരുനാള്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മല കയറുന്നത്. വലിയ നോമ്പ് തുടങ്ങുന്നത് മുതൽ മലയാറ്റൂരിലേക്ക് ഭക്തരുടെ തിരക്ക് ആരംഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രസവവ്യാഴം, ദുഃഖവെള്ളി ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കുരിശും ചുമന്ന് മല കയറാറുണ്ട്. പുതുഞായർ കഴിഞ്ഞു വരുന്ന അടുത്ത ഞായറാഴ്ച എട്ടാമിടമായി ആഘോഷിക്കുന്നു. അന്നും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇവിടുത്തെ പഴയ പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം 1595 നിർമ്മിച്ചതാണെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇതാണ് മാർ തോമാസ് ശ്ലീഹായുടെ പാദമുദ്ര പതിച്ചത്. ഇവിടെയാണത്, ഇതിനുള്ളിലാണ്, കണ്ടില്ലേ, ഇതിനുള്ളിലാണ് ആ ഒരു സംഭവം അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. അത് പൊന്നിൻകുരിശ് ആ ഒരു പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് താഴത്തേക്ക് എക്സിറ്റ്, പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇന്ന് പിന്നെ പൊതുവെ ആൾക്കാർ കുറവുള്ളത് എന്താ വെച്ചാൽ, ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാവും. ഇന്ന് രാവിലെ നല്ല ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞ്. പക്ഷെ അവിടെയൊക്കെ താഴത്ത് ഇറങ്ങുന്ന വഴിക്കൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഈ ദുഃഖവെള്ളി സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി തിരിച്ചിറങ്ങുകയാണ്, മല ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊന്നിൻകുരിശ് കണ്ട്, തോമാസ് ശ്ലീഹായുടെ പാദമുദ്ര പതിച്ച ആ ഒരു സംഭവം കണ്ട്, പള്ളി, അങ്ങനെയൊക്കെ മലയൊക്കെ കയറി ഓരോ കുരിശടയാളൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട്, ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കിയതാ താഴത്ത് അവിടെ കണ്ടില്ലേ, നമ്മൾ ആ തടാകമൊക്കെ കണ്ടില്ലേ, ആ ഒരു സ്ഥലമൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ താഴത്തായിട്ട്. ഇവിടെയൊക്കെ നല്ല നല്ല എന്താ പറയുക, കോടയൊക്കെ ഉള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ, നല്ല നവംബർ ഡിസംബർ ടൈമിലൊക്കെ പുലർച്ചയൊക്കെ ഈ ഒരു കുന്നിന് മുകളിൽ കയറുകയാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കുറേയൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടൊന്നും അങ്ങനെ പ്രവേശനമില്ല. ഇവിടെയൊക്കെ ചിലരൊക്കെ, ഒരുപാട് പേരൊക്കെ ഇവിടെയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ചുറ്റുപാടാണ് ഈ ഒരു ഭാഗത്തൊക്കെ, കണ്ടില്ലേ. അവിടെ നിന്നൊക്കെ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ താഴത്തായിട്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ടേക്കൊക്കെ. അങ്ങനെ വീടുകളോ അങ്ങനെയൊന്നും കാണാത്ത നല്ല ഫോറസ്റ്റ് ഏരിയ. കുറേ അങ്ങോട്ടൊക്കെ മാറിയിട്ട് വീടുകളുള്ളൂ. ഇതൊക്കെ ഫോറസ്റ്റിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി മല ഇറങ്ങാം. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് ആദ്യം തന്നെ വലിയ സ്റ്റെപ്പുകളാണ്. പക്ഷേ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇനി ഇറങ്ങാൻ പറ്റും. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ ഒരുപാട് കിതച്ച് സമയമൊക്കെ എടുത്ത് കയറിയെങ്കിലും ഇറക്കുമ്പോൾ അത്രയും സമയം വേണ്ടല്ലോ. അപ്പോൾ പൊന്നിൻകുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കം, പൊന്നിൻകുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കം, പൊന്നിൻകുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കം. കരുണേണമേ നാഥ ഭാഗ്യം
രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനെ വിധിക്കപ്പെട്ടു, എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ള തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. അവരുടെ ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വൈകുന്നേരമാണ് ആളുകൾ മല കയറുന്നത് കൂടുതലായിട്ട് കാണുന്നത്. കണ്ടില്ലേ, ഞങ്ങൾക്കിതാ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈകുന്നേരം ഒരുപാട് പേര് രാവിലെ കണ്ടതിനേക്കാളും രാവിലെ അല്ല, ഉച്ചയ്ക്ക് കണ്ടതിനേക്കാളും കൂടുതൽ ആളുകൾ. അങ്ങനെ ഏകദേശം മല ഇറങ്ങി ഏകദേശം താഴത്തെത്താറായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഓരോ ടീമായിട്ട് യൂണിറ്റ്, ഓരോ പള്ളി അങ്ങനെ ഏരിയ ഇല്ലേ, അങ്ങനെ യൂണിറ്റായിട്ട് മല കയറുന്നവരുടെ തിരക്കാണ് കൂടുതൽ. ഹൈ സൺലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മലയാറ്റൂർ മലകയറ്റമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം പറ്റിയാൽ, ഈ മല കയറാൻ പറ്റിയാൽ മല കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.